ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ നയന പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അപ്പൊ നന്ദുവായിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. നമ്മുടെ നവീനോട് സംസാരിച്ചു. നവീൻ ഏകദേശം സമാധാനപ്പെടുത്തി. നമ്മുടെ ആദർശിനെ ഏതായാലും നവീൻ സമാധാനപ്പെടുത്തിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. നന്ദു ഭയങ്കര ടെൻഷനിലാണ്. നന്ദുവിനെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ലല്ലോ. അതിനെ പുറത്തിറക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനോ ഒന്നും നന്ദുവിനെ കൊണ്ട് പറ്റണില്ല. കാരണം അതുക്ക് മേലെയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഏതായാലും നമ്മുടെ ആദർശ നയനയെ കാണാനായിട്ട് വരികയാണ്. അപ്പൊ നയനയെ കാണാനായിട്ട് വന്നു. അങ്ങനെ നന്ദു അവിടെ ഉണ്ടായിരുന്ന നന്ദുവിനോട് സംസാരിക്കുന്ന അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, ഞാൻ നവീനെ കണ്ടിരുന്നു, ഒരു രക്ഷയും തോന്നുന്നില്ലല്ലേ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ CI വിചാരിച്ച വിടാൻ പറ്റും. പക്ഷെ അയാൾ വിചാരിക്കണ്ടേ? അയാൾ വിചാരിക്കുന്നില്ല. അയാള് കരുതി കൂട്ടി തന്നെയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നില്ല. അപ്പൊ പിന്നെ പരമാവധി അയാൾ മറ്റു പലതിനും വേണ്ടി ശ്രമിക്കും. മാത്രമല്ല മറ്റു പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ നവീൻ പറഞ്ഞത് വലിയ പ്രശ്നമുള്ള കേസ് തന്നെയാണെന്നാണ്. അപ്പം നന്ദു പറഞ്ഞു, ദേ ഇത് നയനേടത്തിനല്ല ലക്ഷ്യം വെച്ചത്, ഇത് ഏട്ടനെ തന്നെയാ ലക്ഷ്യം വെച്ചത്. അത് വഴി മാറിപ്പോയതാ. ഇനി ഒരു കാരണവശാലും ആദർശേട്ടൻ ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു തന്നാൽ ഇത് അതിലും വലിയ പ്രശ്നമാകും. ആദർശേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്നതേ ഇല്ല. അല്ല, എന്നാലും ലോക്കപ്പിൽ കിടക്കുന്ന നയന അതെനിക്ക് നല്ല കാഴ്ചയൊന്നും അല്ല നന്ദു. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലും സാരമില്ല. ഇത് തെറ്റ് ചെയ്യാതെ അത് പിന്നെ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ കണ്ടെത്താം ആദർശേട്ടാ. നാളെ നവീനേട്ടൻ എന്തായാലും രണ്ടും കൽപ്പിച്ചായിരിക്കും കോടതിയിലേക്ക് വരുന്നത്. അത്രയും സമയം ആദർശേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഒന്ന് ക്ഷമിക്കുക ആദർശേട്ടാ. ചേച്ചിയെ ആദർശേട്ടന് കാണണ്ടേ? കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് പിന്നെ എങ്ങനെ ഞാൻ കാണും? ദേ ചേച്ചി ഭയങ്കര ബോൾഡാ. ഇനി ആദർശേട്ടൻ അവിടെ പോയി സങ്കടപ്പെട്ട് ചേച്ചിയെ കരയിക്കാതിരുന്നാൽ മാത്രം മതി. ചേച്ചിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആദർശേട്ടൻ വാ, ഞാൻ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ അടുത്തേക്ക് ആദർശിനെ കൂട്ടിക്കൊണ്ട് നന്ദു പോവാണ് കേട്ടോ. സത്യമാണ്, നമ്മുടെ നയന നല്ല ബോൾഡായിട്ടാട്ടോ അവിടെ ഉള്ളത്. ലോക്കപ്പിൽ കിടക്കുവാണെങ്കിലും എന്താ പറയുക, കരച്ചിലോ പിഴിച്ചിലോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബോൾഡായിട്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തനിക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് നയന അവിടെ ഉള്ളത്. അങ്ങനെ നയനയെ കണ്ടതും നമ്മുടെ ആദർശ നയനയെന്ന് വിളിച്ചപ്പോഴത്തേക്കും നന്ദുവിനോട് ചോദിച്ചു, അത് പിന്നെ എന്തിനാ ഇവളെ അകത്തിരുത്തിയേക്കുന്ന, ലോക്കപ്പിന്റെ പുറത്തിരുത്തിയാ പോരെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആദർശേട്ടന് അറിയാലോ. പ്രതികളെ ലോക്കപ്പിന് വെളിയിലല്ലേ ഇരുത്തുന്നത്, ലോക്കപ്പിന് അകത്ത് തന്നെയല്ലേ ഇരുത്തുന്നത്. പിന്നെ പ്രത്യേകിച്ച് നയനേച്ചിക്ക് അങ്ങനെ ഇതൊന്നും കൊടുക്കത്തില്ലല്ലോ. നയനേച്ചി എന്റെ ചേച്ചിയാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരളവും കൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന സംസാരിക്കും, ആദർശേട്ടൻ കാറിലുണ്ടെന്ന് പറഞ്ഞായിരുന്നോ? അത് പറയാനാ ഞാൻ വന്നത്. അത് നവീനും നന്ദും ഒക്കെ വിലക്കോണ്ടാ ഞാൻ പറയാത്തത്. അയ്യോ ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ പറയാൻ നിൽക്കരുത്. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലാകും. ഇനിയിപ്പം ആദർശേട്ടനെ അവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ആദർശേട്ടനെ ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ടും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാകും. നവീൻ നിസ്സാരക്കാരനല്ലല്ലോ, അവനാണല്ലോ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ജയിക്കും, അത് ഉറപ്പാ. നമ്മുടെ കയ്യിൽ കള്ളത്തരം ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഇന്നൊരു ദിവസം കൂടെ ലോക്കപ്പിൽ കിടക്കാൻ പറ്റുമായിരിക്കും. നാളെ എന്നെ ഉറപ്പായിട്ടും ഇറക്കും നവീന്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്ന്. ഏതായാലും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശനും നല്ലൊരു എന്താ പറയാ, ഒരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. ആദർശേട്ടൻ ഗൾഫിൽ വെച്ച് ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നല്ലോ അവര്. അതൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവര് ഇപ്പൊ ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇതുപോലെ ഒരു കുരുക്ക് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താം. അല്ല, അതിപ്പോഴല്ലേ നമുക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് നമുക്കത് തോന്നിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടം വരെ എത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എല്ലാത്തിൻ്റെതായ സമയമുണ്ടല്ലോ. നമ്മൾ ഇത്രയും നാള് തെരഞ്ഞു നടന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇവിടെ കിടന്നാലും കുഴപ്പമില്ല, എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. അപ്പൊ ആദർശ് പറയും, ഒരു തെറ്റും ചെയ്യാതെയല്ലേ നീ ഇപ്പൊ ഈ ലോക്കപ്പിൽ പോലും കിടക്കുന്നത്. അത് പിന്നെ എന്നെ ചോദ്യം ചെയ്തു എന്നല്ലാതെ തല്ലിയിട്ടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പൊ തല്ലാനും പോകുന്നില്ല. അത് ചോദ്യം ചെയ്തത് നന്ദു അല്ലേ. അത് പിന്നെ ആ CI നമ്മുടെ ശത്രുക്കളുടെ ആളല്ലേ നയന. അല്ല, അങ്ങനെ അല്ലെങ്കിൽ അയാൾ ഈ രീതിയിലൊന്നും ചെയ്യത്തില്ലല്ലോ. ശത്രു ആയതുകൊണ്ടാണല്ലോ ഈ രീതിയിലൊക്കെ ചെയ്തത് എന്ന്. ഏതായാലും ഈ സമയത്താണ് ആ CI അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. CI അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ആദർശനോട് സംസാരിക്കും, എന്തു പറ്റി, ഭാര്യനെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ കണ്ടിട്ട് പൊക്കോണം. അല്ല, ഇനിയിപ്പം ബന്ധുക്കൾ എല്ലാവരും കൂടി നിന്ന് ഇവിടെ ഒരു സ്നേഹ സംഭാഷണത്തിന് വന്നതാണെങ്കിൽ അതിവിടെ നടക്കത്തില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണെന്നും പറഞ്ഞ് ആദർശനോട് ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യാം. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, നയന എന്ത് തെറ്റാ സാറേ ചെയ്തതെന്ന് വെച്ചപ്പോ, തെറ്റ് ചെയ്തത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ലേ? തെറ്റ് ചെയ്ത് ഇനി എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയണോ? പിന്നെ ഇവള് പ്രഗ്നന്റ്
പ്രഗ്നന്റ് ആണെന്നും അതുപോലെ തന്നെ ഇവളൊരു സ്ത്രീ ആണെന്നും ഉള്ള ആ ഒരു ഇളവ് ഞാൻ ഇവക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇളവ് ഞാൻ തരത്തില്ല. ഇവളെ വേറൊരു വനിതാ പോലീസുകാരിനെ കൊണ്ട് എനിക്ക് അടിക്കാനൊക്കെ പറ്റും. കാരണം വനിതാ പോലീസുകാരി ഇവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ചോദ്യം ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു പാടൊക്കെ വീണെന്നിരിക്കും. അതൊക്കെ കണ്ണടച്ച് തള്ളുകയുള്ളൂ കോടതി. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് മതി സംസാരിച്ചത്, ഇവിടുന്ന് വിട്ടുപൊക്കോ എന്നിങ്ങനെ ആദർശനോട് പറയാണ് കേട്ടോ. അപ്പൊ ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ ഈ തൊപ്പിയുടെ ബലത്തിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഈ തൊപ്പി ചിലപ്പോൾ നാളെ നിങ്ങളുടെ തലയിൽ കാണില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ആ ഒരു സമയത്ത് എന്നെ കൊണ്ടും അതുപോലെ തന്നെ എന്റെ വേണ്ടപ്പെട്ടവരെ കൊണ്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ആ സി ഐനെ നമ്മുടെ ആദർശം പേടിപ്പിക്കുന്നുണ്ട്. ആദർശിനെ സി ഐയും പേടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പുള്ളിക്കാരൻ അമ്പിലും വില്ലിലും അടുക്കില്ല. പുള്ളിക്കാരൻ എവിടെന്നോ നല്ല പൈസ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ അതനുസരിച്ച് നീങ്ങാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നന്ദുവിനെ ഇവിടെ നിർത്തില്ല. നന്ദുവിനെ ഡ്യൂട്ടി മാറ്റി വേറൊരു വനിതാ പോലീസിന് ഡ്യൂട്ടി കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ച് ധൈര്യമോ അല്ലെങ്കിൽ സമാധാനമോ ആ ലോക്കപ്പിൽ അകത്താണെങ്കിലും കിട്ടുന്നത്. അപ്പൊ നന്ദു ഇവിടെ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആദർശനോട്, വേണ്ട, ഒത്തിരി ഷൗട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകണ്ട, നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. അതുമല്ല, നവീനേട്ടൻ നാളെ കോടതിയിൽ വാദിച്ചോളും. ഉറപ്പായിട്ടും നയനേടത്തി ഇനി ലോക്കപ്പിൽ കിടക്കില്ല. അത് ഉറപ്പുള്ള കേസ് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ദിവസം കൂടെ അല്ലേ, അത് നമുക്ക് സഹിക്കാം ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെയും പിടിച്ചിങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഉണ്ടല്ലോ, നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല നയന പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളതും നയന ഇങ്ങനെ ഒരു മോഷണ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചു എന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അറിയാണ്. അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പം എന്തായിരിക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് ഇത് അജയന്റെ ചെവിയിലാട്ടോ എത്തിയത്. അപ്പൊ അജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനി വന്നിട്ട് എന്താ വല്യച്ഛൻ എന്താ പെട്ടെന്നൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ മോനെ ഒരു വലിയൊരു അപകടം സംഭവിച്ചെന്ന്. എന്ത് അപകടം? എന്താ വല്യച്ഛൻ പറ. അത് പിന്നെ കാറിൽ യാത്ര ചെയ്തു വരുമ്പോ നയന മോളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. ഇത് നമ്മുടെ ദേവയാനിയും കേട്ടോണ്ട് വരുക. ദേവയാനി ഞെട്ടിപ്പോയിട്ടോ. ദേവയാനി വന്നിട്ട്, എന്താ ചെയ്യട്ടെ ഈ പറയുന്നത്? ആരെ അറസ്റ്റ് ചെയ്തു? നയന മോളെയോ? അതെ, മോളുടെ കാറിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്നൊക്കെയാ പറയുന്നത്. അതും രേഖയില്ലാത്ത സ്വർണ്ണമാണ് കണ്ടെടുത്തിരിക്കുന്നതെന്ന്. അപ്പം ദേവേനി പറഞ്ഞു, അതാണല്ലേ, അപ്പം ജയേട്ടൻ ഇതുവരെ ടെൻഷൻ അടിച്ച് ഇവിടെ ഇരുന്നത്. ഞാൻ എത്ര തവണ ജയേട്ടനോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന്, എന്നിട്ട് ജയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ബി പി കൂട്ടുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ദേവയാനി? രേഖയില്ലാത്ത സ്വർണം ആയിട്ട് ഒരിക്കലും മോള് യാത്ര ചെയ്യത്തില്ല, അതെനിക്കറിയാം. ആദർശം അങ്ങനെ ചെയ്യില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത്? അത് പിന്നെ എന്താ നടന്നതെന്നൊന്നും അറിയത്തില്ല ദേവയാനി. അവര് ഒരുമിച്ച് പർച്ചേസിന് പോയതാ. ഇടയ്ക്ക് ആദർശ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ നയനിയും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അല്ല ചേട്ടാ, അവിടെ നന്ദു ഇല്ലേ? നന്ദു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കെട്ടിച്ചമച്ച കേസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി പാടൊക്കെ ആയിരിക്കും ഊരി വരാനായിട്ട്. പിന്നെ അവിടുത്തെ സി ഐയില് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സി ഐയുടെ കയ്യിലിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് നമ്മുടെ നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദർശും നവീനും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടു. പക്ഷെ അയാൾ വിട്ടുകൊടുക്കില്ല, കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാ പറയുന്നത്. അല്ല, നമുക്ക് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ടും നയനമോളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത നമ്മുടെ ഒരു പരാജയമായി പോവില്ലേ ജയേട്ട? എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടു. അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയില്ല, അവള് പ്രഗ്നന്റ് അല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ അനു ചോദിച്ചാൽ, അല്ല മുത്തച്ഛൻ ഇത് അറിഞ്ഞില്ലേ? അല്ല, ഞാൻ സംസാരിച്ചില്ല. അല്ല, എന്നാ പിന്നെ ഞാൻ പോയി പറയാ, വാശിയൊക്കെ കളഞ്ഞിട്ട് മോളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി നേരെ നമ്മുടെ മുത്തച്ഛനോട് കാര്യം പറയാൻ വേണ്ടി പോവാ. അങ്ങനെ നമ്മുടെ മൂർത്തിയുടെ അടുത്ത് എത്തിയിട്ടോ ദേവയാനി. എന്നിട്ട് മൂർത്തിയുടെ അടുത്ത് എത്തിയപ്പോ തന്നെ അവിടെ നമ്മുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശിക്ക് ഈ ദേവയാനിയുടെ മുഖഭാവം ഒക്കെ കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു പന്തികേട് തോന്നിട്ട്, എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അറിഞ്ഞില്ലേ നിങ്ങൾ ആരും, നയനയെ പോലീസ് കൊണ്ടുപോയി. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശിക്ക് പേടിയായി. മുത്തശ്ശി ചോദിച്ചു, നയനയെ പോലീസ് കൊണ്ടുപോയി? ആര് പറഞ്ഞു? അത് ഇപ്പം ജയേട്ടനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വിശദീകരിച്ച് മുത്തച്ഛൻ എല്ലാം അങ്ങ് പറയുകയാണ്. നയനയെ പോലീസ് കൊണ്ടുപോയി, സ്വർണ്ണക്കടത്തിനാണ് പോലീസ് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛൻ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു, പക്ഷെ മുത്തച്ഛൻ ആരോടും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇനിയെങ്കിലും വാശി വൈരാഗ്യമൊക്കെ മാറ്റി വെക്ക്. ആദർശ് എന്തെങ്കിലും ചെയ്തതിന് എന്തിനാ നയനമോളോട് ഇങ്ങനെ വാശി വൈരാഗ്യവും കാണിക്കുന്നത്? അവളുടെ 3-ാം മാസത്തെ ചടങ്ങിനോ വന്നില്ല അച്ഛൻ. പക്ഷെ ഇതിനകത്തെങ്കിലും ഒന്ന് ഇടപെട്ട് അവളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ട്, അവളെ പ്രഗ്നന്റ് അല്ല, ആ ഒരു മനസാക്ഷി വേണ്ടെന്ന് പറഞ്ഞപ്പോ, ഇല്ല, എനിക്ക് ആരെയും പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റില്ല, ഞാൻ ഒന്നിന്റെ പുറകെ പോവില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ മുത്തശ്ശൻ അവിടെ വാശി പിടിക്കാൻ കേട്ടോ. മുത്തശ്ശൻ പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നീ ഇറക്ക്, എന്റെ മരുമോളല്ലോ, നിന്റെ മരുമോളല്ലേ, നീ ഇറക്കിക്കൊണ്ട് വാ, എനിക്കിതിന് പറ്റില്ല, എനിക്ക് ഇതിന്റെ പുറകെ ഒന്നും കൂടാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് കൈ ഒഴിയുക. അപ്പൊ ദേവയാനി പറഞ്ഞു, എനിക്കറിയാം എല്ലാവരും കൂടെ കൈ ഒഴിഞ്ഞോ, എനിക്ക് എന്റെ മോളെ രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ, ഞാൻ എങ്ങനെയാണെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോകുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കേണ്ടത്, എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്, നയനമോളെ പോലീസ് സ്റ്റേഷനിൽ വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണ്ടേന്ന് പറഞ്ഞപ്പോ, നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അവളെ ഇറക്കാനായിട്ട് ആദർശും അതുപോലെ നന്ദു ഒക്കെ ഉണ്ടല്ലോ, വേണ്ടപ്പെട്ടവർ അവളെ ഇറക്കിക്കോളും, നീ അതോർത്ത് ടെൻഷൻ അടിക്കുന്ന വേണ്ട, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകും, അതുകൊണ്ട് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം, ബാക്കി പുറകെ നിന്ന് അവര് കാര്യങ്ങളൊക്കെ ചെയ്തോളും. ആദർശ് ഒത്തിരി നാള് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നയനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചോണ്ടിരിക്കാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ, അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശീനെ സമാധാനിപ്പിക്കുന്നുണ്ടേ. ഈ സമയത്ത് അനിയെയും കൂട്ടി ദേവയാനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നേരെ നയനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, അത് പിന്നെ ആദർശിനെ തളർത്താൻ വേണ്ടിയിട്ടാ മോളെ ആരായാണെങ്കിലും ഈ ഒരു ചതി ചെയ്തത്, അത് പിന്നെ ആദർശേട്ടനും ഞാനും നവീനും ഒക്കെ പറഞ്ഞതാ, ആദർശേട്ടൻ ഒരു കാരണവശാലും ഇതിൽ പങ്കാളി ആവരുത് എന്ന്, ആദർശേട്ടൻ എന്റെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും, മാത്രമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്നെയല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അത് ആദർശേട്ടനെ തകർക്കാനാണ് നോക്കിയേക്കുന്നത്, അല്ല മോക്ക് എന്താ ജാമ്യം കിട്ടാത്തത്, നന്ദു ഇവിടെ ഉണ്ടായിട്ട് പോലും എന്തു പറ്റി, അത് പിന്നെ അവളെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഇന്നത്തോടു കൂടി ജോലി മതിയാക്കട്ടെ എന്ന്, അവളാണല്ലോ നേരത്തെ കണ്ണലക്കടത്ത് സ്വർണം പിടിച്ചതൊക്കെ, അപ്പൊ അതിന്റെ പിന്നിൽ വാശി കൂടുതൽ കാണും, പിന്നെ മറ്റൊരു കേസിൽ AM ജ്വല്ലറിനെ അവിടുത്തെ ഒരു MD-നെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോയതല്ലേ, അപ്പൊ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഈ സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, അതുപോലെ തന്നെ അവളുടെ ജോലി കളയണമെന്നും ഒക്കെ അവരൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനു പറഞ്ഞു, അല്ല പഴയ സിയുടെ വേറൊരു പതിപ്പല്ല ഇപ്പൊ ഉള്ളവന്, അയാളെ ക്യാഷ് മേടിച്ചിട്ട് ആർക്കോ വേണ്ടി സേവനം ചെയ്യാണ്, അല്ല കുറെ നാളായിട്ട് പലതും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു നയനയെടുത്തി, പക്ഷെ ഇവനെ പോലെ ഉള്ളവനൊക്കെ പണി എരന്ന് വാങ്ങിയാലേ സമാധാനം ഉള്ളൂങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ. അപ്പൊ ദേവേനി പറഞ്ഞു, അല്ല മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ, അത് പിന്നെ കഴിച്ചായിരുന്നു, ഞാൻ ഇടയ്ക്ക് ജ്യൂസ് കുടിച്ചായിരുന്നു, നന്ദു എനിക്ക് ജ്യൂസ് കൊണ്ട് തന്നായിരുന്നു, അല്ല ഇന്നിനി ജാമ്യം കിട്ടുമോ എടുത്തി, ജാമ്യം ഇന്നിനി കിട്ടത്തില്ല, ഇനി നവീന് ഇടയ്ക്ക് വന്നിരുന്നു, CA ആയിട്ട് ഉടക്കിട്ട നവീൻ ഇവിടുന്ന് പോയത്, ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ആ CA അത് ചെയ്യത്തുമില്ല, ഇനിയിപ്പം നാളെ കോടതിയിലേക്ക് പോകേണ്ടി വരും, അല്ല ഞങ്ങള് CA-നെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അല്ലല്ലോ സോറി അനിയും കൂട്ടി CA-നെ കാണാനായിട്ട് ദേവയാനി പോവാണ്. അപ്പൊ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വേണ്ട ഉടക്കൊന്നും വേണ്ട എന്ന്. നയന പറഞ്ഞപ്പോഴത്തേക്കും മോളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അയാൾ ഈ ചതി ചെയ്തില്ല, അയാളുടെ വീട്ടിലും പെണ്ണുങ്ങൾ കാണുമല്ലോ, നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്തവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മോളെ, അതൊന്നും ഒരിക്കലും പാടുള്ള കാര്യമില്ല, ബാ നമുക്ക് പോകാം, അയാളുടെ വീട്ടിൽ സ്ത്രീകൾ കാണുമായിരിക്കും, അമ്മ കാണുമായിരിക്കും, മക്കൾ കാണുമായിരിക്കും, അവർക്ക് അവരോടൊരു സ്നേഹം ഇല്ലാഞ്ഞിട്ടായിരിക്കും സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ പുറത്തുള്ളവരോടും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ CA-നെ കാണാൻ വേണ്ടി ദേവയാനിയും നമ്മുടെ അനിയും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ CA ചോദിച്ചു, ആരാ നിങ്ങൾ മനസ്സിലായില്ലെന്ന്, അത് പിന്നെ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ MD ആണ്, എന്റെ പേര് അനിയ, ഇതെന്റെ വല്യമ്മയാന്ന് പറഞ്ഞു, മാത്രമല്ല എന്റെ ഏടത്തിയാണ് ലോക്കപ്പിൽ കിടക്കുന്നതെന്ന് പറയുമ്പോ, ഓ അമ്മായിയമ്മയും കൂടെ അല്ലേ വന്നിരിക്കുന്നത്, അല്ല അമ്മായിയമ്മയ്ക്ക് അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ ആ കള്ളക്കടത്തിനെ കുറിച്ച്, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കൂട്ടുകിടക്കാം ലോക്കപ്പിനകത്ത്, നിങ്ങളും ജ്വല്ലറി ബിസിനസ്സുകാരൊക്കെ ആണല്ലോ, അല്ല MD സാറിന് എന്തെങ്കിലും അറിയാമോ എന്ന് അനിയോടും ചോദിച്ചു. അപ്പോഴത്തേക്ക് ദേവേര് പറഞ്ഞു, സാറെ ഞങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്, ഈ അടുത്ത സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുമില്ല, ഇപ്പൊ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളുടെ മരുമോള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയ ആ ഒരു മെസ്സേജിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കാർ സെർച്ച് ചെയ്തു, അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടി പണം ഞങ്ങൾ തരാം, നയന മോളെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്തേ പറ്റൂ, ഓഹോ നിങ്ങളൊരു വലിയ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, പണം വെച്ച് എന്റെ മുമ്പിൽ കളിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പിടിച്ച് അകത്തിടാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, നയനടുത്ത് തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സാർ ഇത്രയ്ക്ക് പുണ്യാളനാകണ്ടെന്ന് പറഞ്ഞപ്പോ, അതെ പോലീസിന് ബോധ്യപ്പെടണ്ടേ, പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ, ഡ്യൂട്ടി ചെയ്തേ പറ്റൂ, അതുകൊണ്ട് MD സാറ് പോകാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നതെങ്കിൽ ഈ അറസ്റ്റ് നടക്കത്തില്ലായിരുന്നു പറഞ്ഞപ്പോ വീണ്ടും പോലീസുകാർ പറഞ്ഞു, ഓ നിങ്ങൾക്ക് മുമ്പ് പലരും വന്നത് അവളെ ബോധിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയ, പേരെടുത്തൊരു ചെറുപ്പക്കാരൻ വക്കീലുണ്ടല്ലോ, ആ നവീനോ അങ്ങനെ എങ്ങാണ്ട് പേരുള്ളവൻ, അവനും വന്നായിരുന്നു, അപ്പൊ പറഞ്ഞത് മാത്രമേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, എന്തായാലും ഇവിടെ നിന്ന് ജാമ്യം അനുവദിക്കാൻ പറ്റത്തില്ല, നേരെ കോടതി പോകേണ്ട കേസായത്, അവിടെ നിന്ന് ജാമ്യം കിട്ടുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ നിങ്ങളുടെ കൈയും കാലും ഒന്നും കഴിക്കേണ്ട, ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞ് ദേവയാനിയെ അനിയെ അവിടെ നിന്ന്
പറഞ്ഞയക്കാണ് കേട്ടോ. നമ്മുടെ അനി പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇതുപോലൊരു CI ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാടോ. അയാളെ തല്ലി ഓടിച്ചതല്ലേ നിങ്ങളൊക്കെ ചേർന്ന്, അതൊക്കെ എനിക്കറിയാം. അങ്ങനെ തല്ലി ഓടിക്കാൻ വേണ്ടി ഞാൻ നിന്ന് തരണ്ടേ? ഞാൻ നിന്ന് തരത്തില്ല. പിന്നെ ഞാൻ ഇവിടെ വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഭീഷണിപ്പെടുത്തിയാലോ കൈക്കൂലി തന്നാലോ അവളെ വിടുന്ന പ്രശ്നമില്ല, കോടതിയിലേക്ക് മാത്രമേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, ദേ മനുഷ്യത്വം വേണം. ആണായിട്ടുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന വേഷത്തിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തണം. അത് പുലർത്താത്തതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സാറേ എല്ലാം നല്ലതിനാ, അത് ഓർത്തു വെച്ചോ, അത് മാത്രം ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയും ദേവയാനിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് നന്ദുവിനെ കാണാൻ വേണ്ടി ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു, നന്ദു മോളെ അവളെ ഇവിടുന്ന് ഇറക്കാനായിട്ട് ഒന്നും പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോ ആ രീതിയിലുള്ള കുരുക്കല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അനി പറഞ്ഞു, അതാ പഴയ CIനെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യത്വം ഇല്ലല്ലോ. അയാളുടെ വർത്താനം കേൾക്കുമ്പോ കാരണത്തൊന്ന് പൊട്ടിക്കാനാ തോന്നുന്നത്. അല്ല അതിനൊരു അവസരം ഉണ്ടാവൂലോ നന്ദു, നമുക്ക് ഈ കേസ് കഴിയുമ്പോ പഴയ നമ്പർ അങ്ങോട്ട് ഇറക്കാം. ഏട്ടത്തിക്ക് അങ്ങാണ് ജയിലിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അവസാനത്തെ അന്വേഷണമായിരിക്കും. അപ്പൊ ദേവയാനി പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ലല്ലോ അനി, എത്രയും പെട്ടെന്ന് നയനെ പുറത്തു വരണം, നയനെ പുറത്തു വന്നേ പറ്റും. ഇപ്പൊ നന്ദു പറഞ്ഞു, അതിപ്പം നവീനേട്ടത്തിന്റെ കോടതിയിലെ പെർഫോമൻസ് പോലെയൊക്കെ ഇരിക്കും പുറത്തു വരുന്ന കാര്യമൊക്കെ. എന്റെ വേദന അതൊന്നും അല്ല. ഞാൻ ഈ സ്റ്റേഷനിലെ SI ആയിട്ട് ഇരുന്നിട്ട് പോലും ചേച്ചിനൊന്ന് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നുന്നത്. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, നിന്റെ സീനിയർ ഓഫീസർ പൈസ മേടിച്ചിട്ട് ഓരോ തോന്നിവാസം കാണിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിന് നമ്മൾ നമ്മളുടെ രീതിയിൽ മറുപടി കൊടുക്കുക ചെയ്യേണ്ടത്. മുഖാമുഖം ഒന്നും നോക്കുകയൊന്നും വേണ്ട. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഏടത്തിന് നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് ശേഷം വേണം മറുപടി കൊടുക്കാനായിട്ട്. അതെ, ആദർശേട്ടനെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാ ആ കാറിൽ ആദർശേട്ടൻ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ കോടതിയിൽ നയനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുടെ ഒരു പ്രതീക്ഷയിലുണ്ട് ഇപ്പൊ അച്ഛൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി ചോദിച്ചു, അല്ല എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ, വിധി നമുക്ക് എതിരെ വല്ല ആകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസ് ആയതുകൊണ്ട് ജയിക്കാൻ ഇരിക്കാൻ വേണ്ടി CIനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അയാൾ ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം ദേവയാനി പറഞ്ഞു, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു പരിഗണന പോലും അവക്ക് കൊടുക്കുന്നില്ലല്ലോ. അപ്പം അയാൾക്ക് ഒരു നല്ല കുടുംബമൊന്നും കാണത്തില്ല. ഭാര്യയും മക്കളും ഒക്കെ വെറും ഉപകരണങ്ങൾ മാത്രമായിരിക്കും. അവന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ അവരെ കൂടിയിരിക്കുന്നത്. കുടുംബം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയോട് ഇങ്ങനെ ചെയ്യത്തില്ല. ഇനിയിപ്പം ജയിലിൽ കിടക്കുന്ന എന്റെ മരുമോളെ കാണുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതായെന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി നിൽക്കുകയാണ് കേട്ടോ. വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നന്ദു. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ നയനെ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെ അറിയാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.